ബാറ്റർ ഓഫ് കേരളനെ കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് റൗണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് 3 റൗണ്ട് ഉണ്ടായിരുന്നതിൽ റൗണ്ട് 1 പുഷപ്പ് റൗണ്ട് ആയിരുന്നു, റൗണ്ട് 2 എസ്എംഎസ് റൗണ്ട്, റൗണ്ട് 3 ടീച്ചേഴ്സ് സ്ലോഗൻ റൈറ്റിംഗ് കോntest ആയിരുന്നു. And the 3 പേരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇനി അടുത്ത we are going to find out the final winner, the best battler of Kerala. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് question answer round വരെയാണ്. The celebrity judges are already ready. The contestants are ready. നിങ്ങളെല്ലാം റെഡി അല്ലേ? ഒരു ബാറ്റിലായിട്ട് ഏറ്റവും സന്തോഷം തോന്നി എപ്പോഴാണ്? ലൈഫിൽ പേരുണ്ടെന്ന് തോന്നിയപ്പോൾ പേരില്ല പേരില്ല ഇപ്പൊ എന്ത് ചെയ്താൽ നമുക്കൊരു 100% പേരുമായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ്. Okay, you satisfied with the answer? Very much. Okay, thank you so much. റൂംമേറ്റ് ആയ ബാച്ചലറിന്റെ പേഴ്സണിൽ നിന്ന് ചോദിക്കാതെ പൈസ എടുക്കുന്ന ശരിയാണോ തെറ്റാണ്? തെറ്റാണ്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ട്? ഒരാൾ റൂംമേറ്റ് ആയാലും നമുക്കൊരു അന്യനാണ് അദ്ദേഹം. ബന്ധത്തിൽപ്പെട്ടതല്ല. റൂംമേറ്റ് ആയ അന്യൻ അടുപ്പുണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ളൊരു രണ്ട് ഒപ്പീനിയൻസാണ്. അങ്ങനെ എടുക്കാൻ പാടില്ല അത് തന്നെയാണ്. You are happy with that answer? Somewhat. Okay. Answer പ്രണയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പം if you have to choose between your girlfriend and your profession, നമ്മുടെ ഗേൾഫ്രണ്ട് ഒരു സൈഡിൽ മറ്റേ സൈഡിൽ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ജോലി, ഇതിൽ ഏത് തിരഞ്ഞെടുക്കും? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഗേൾഫ്രണ്ട് എപ്പോഴും മറ്റേ വൈഫ് ആവുന്നില്ലല്ലോ. ഗേൾഫ്രണ്ട് എപ്പോഴും വൈഫ് ആവില്ല. ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പിന് പോയി. അപ്പോ ഫോൺ സൈലന്റ്. തന്റെ ഗേൾഫ്രണ്ട് ഒരു 10 പ്രാവശ്യം വിളിച്ചു, തനിക്ക് എടുക്കാൻ പറ്റില്ല. ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കി ഗേൾഫ്രണ്ടിന്റെ 10 മിസ് കോൾ ഉണ്ടെന്ന് കണ്ടു. അവിടെ തിരിച്ച് വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്റെ വേറൊരു ഫ്രണ്ട് വിളിച്ചു. അപ്പൊ ഇയാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗേൾഫ്രണ്ട് 11ാമത്തെ കോള് വിളിക്കുന്നു. അപ്പൊ കോൾ വെയിറ്റിംഗ്. അപ്പൊ ഇവള് പറയും, ഞാൻ ഇത്രയും പ്രാവശ്യം വിളിച്ചത് നിങ്ങൾ എടുത്തില്ല, ഇപ്പൊ വേറെ ആരായിട്ട് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിന് എന്ത് മറുപടി കൊടുക്കും? ശ്രദ്ധ അനുഭവത്തിന് ചോദ്യം. ഇത് ആദ്യത്തിന് പറയാനുള്ള മോൻ പറഞ്ഞിട്ട് വേണം പറയാനായി. അതുകൊണ്ടാണ് പ്രത്യേകം ചോദിച്ചത്. നല്ലൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും എടുക്കാം. ഇതിന്റെ ആൻസർ കിട്ടിയിട്ടാണ് 5 പേർക്ക് മറുപടി കൊടുക്കുക. ഗൾഫിൽ നിന്നും ഒന്ന് മനസ്സിലാക്കാൻ കഴിയണം, നമ്മുടെ മനസ്സിലാക്കാൻ കഴിയണം. ഓ ഓക്കെ. അപ്പൊ അത് അങ്ങനെയുള്ളവർ ആദ്യമേ കളഞ്ഞു. നിങ്ങൾ ഉള്ള കാര്യം എന്ത് പറയും? വിശ്വസിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ഒരു മതി എന്നാണ്. ഓക്കെ, ഇനി അതിനുള്ള റീസൺ. ഓക്കെ, സ്നേഹിക്കുന്നവർക്ക് വിശ്വാസത്തിൽ ഒത്തിരി നിർബന്ധിക്കുന്ന ഒരു കാര്യമില്ല. പറഞ്ഞു വിട്ടേക്കാന്നാണ്. ഓക്കെ, സ്നേഹിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, എന്തായാലും ഇവരുടെ ആൻസേഴ്സ് എല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതിൽ നിന്നും ആരായിരിക്കും ഫൈനലായിട്ട് കടന്നു വരാൻ പോകുന്നത് നമുക്കറിയാം കുറച്ച് സമയത്തിന് ശേഷം.